ഇപ്പോ എംജിആറിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലത്തിന് അടുത്തേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് എംജിആറിനെ അടക്കം ചെയ്ത സ്ഥലം. 1977 മുതൽ 1987 മരണം വരെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എംജിആർ. എംജിആറിനെ അടക്കിയ ആ സ്മാരകത്തിന് അടുത്ത് ധാരാളം സന്ദർശകർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് എംജിആർ സ്മാരകത്തിന്റെ മുകൾ ഭാഗത്തെ ഒരു കാഴ്ച. പീലികൾ പോലെ മാർബിൾ കൊണ്ട് തീർത്ത വിചിത്രമായ ഒരു സ്മാരകം. അത് ഗംഭീരമായി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. എംജിആറിന്റെ അടക്കം ചെയ്ത സ്ഥലം ഇതാണ്. തമിഴിൽ കൃത്യമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അങ്ങനെ ഞാൻ എംജിആറിന്റെ ശവകുടീരത്തിന് ചുറ്റുമായി ഒന്ന് നടന്ന് കാണുകയാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേരായ മക്കൾ തിലകം MG രാമചന്ദ്രൻ എന്ന് ഇവിടെ ശവകുടീരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും കാണാം. മരണാനന്തരമായി ഭാരത് രത്ന നൽകി രാജ്യം എംജിആറിനെ ആദരിച്ചിട്ടുണ്ട്. അതും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹത്തെ പുരടിച്ചി തലൈവർ, മക്കൾ തിലകം, പൊന്മനച്ചമ്മൽ, കൊടൈവള്ളൽ വാത്തിയാർ എന്നിങ്ങനെ പല പേരിൽ ആളുകൾ വിളിച്ചിരുന്നു. 1987 അദ്ദേഹം മരണപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ഒരു വൻ കലാപത്തിന്റെ പ്രതീതിയാണ് ഉണ്ടായത്. 130ഓളം ആളുകളാണ് അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾ പരിക്ക് പറ്റി. അതുപോലെ നൂറുകണക്കിന് പോലീസുകാർക്കും ഗുരുതര പരിക്കേൽക്കുകയുണ്ടായി. ആയിരക്കണക്കിന് സ്ത്രീകൾ തല മുണ്ടനം ചെയ്ത് അദ്ദേഹത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കാഴ്ചകൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ 50ഓളം ആളുകൾ എംജിആറിന്റെ മരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. അപ്പോ അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ആ കാലത്ത് തമിഴ്നാട്ടുകാർക്ക് എംജിആർ. അപ്പോ ഈ മഹാനായ ആ സിനിമ രാഷ്ട്രീയക്കാരന്റെ ശവകുടീരത്തിൽ ഞാനും ഈ സമയം പ്രണാമം അർപ്പിക്കുകയാണ്. വല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു എംജിആർ എന്ന് ആ കാലത്ത് ജീവിച്ചിരുന്നവർ അവിടെ വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അപ്പോ എംജിആറിന്റെ സ്മാരകത്തിൽ നിന്നും അടുത്ത കാഴ്ചകൾ തേടി ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നടക്കുകയാണ്. പ്രിയപ്പെട്ട എംജിആറിനെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട്